എല്ലാ നാവും പാടി വാഴ്ത്തും ആരാധ്യനാം യേശുവേ. സ്തോത്രയാഗം അർപ്പിച്ചെന്നും അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു. എല്ലാ നാവും പാടി വാഴ്ത്തും ആരാധ്യനാം യേശുവേ. സ്തോത്രയാഗം അർപ്പിച്ചെന്നും അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു. യോഗ്യൻ നീ യേശുവേ, സ്തുതികൾക്കു യോഗ്യൻ നീ. യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ. യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കൂടെ വസിക്കുന്ന സ്നേഹമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കുർബാനയാകുന്ന സ്നേഹമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയ ദൈവമക്കളെ, നമ്മളായിരിക്കുന്ന നമ്മുടെ ഭവനങ്ങളിൽ നിന്ന്, നമ്മുടെ ജോലി സ്ഥലത്ത് നിന്ന് ഇന്ന് ഈ തിരുമണിക്കൂറിൽ സംബന്ധിക്കുന്ന ലോകമെങ്ങുമുള്ള എല്ലാ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളോടും ചേർന്ന് നമുക്കൊന്നു ചേർന്ന് ദിവ്യകാരുണ്യേശു ആരാധിക്കാം. കർത്താവ് സത്യമായും നമ്മുടെ കൂടെ എഴുന്നള്ളിയിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 6:48 കർത്താവ് പറയുന്നു, ഇത് സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാണ്. യേശുവേ, ഞങ്ങൾക്കു ജീവൻ നൽകാൻ, ലോകത്തിന് ജീവൻ നൽകാനാണല്ലോ സ്വർഗത്തിൻ്റെ മഹത്വം വിട്ട് അങ്ങ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. ജീവന്റെ അപ്പമായ അങ്ങേ, കൂടെ വസിക്കുന്ന സ്നേഹമായ അങ്ങേ, കർത്താവെ ഞങ്ങൾ ചേർന്ന് ആരാധിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ദിവ്യകാരുണ്യത്തിന് നേരെ കരങ്ങൾ ഉയർത്തി തിരുസഭയുടെ കൂട്ടായ്മയോട് ചേർന്ന് ഈ തിരുമണിക്കൂറിൽ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളോടും ചേർന്ന് എന്നും ജീവിക്കുന്നവനായ കർത്താവിനെ നമുക്ക് ചേർന്ന് സ്തുതിച്ച് ആരാധിക്കാം. വലിയ സ്നേഹത്തോടെ, അളവറ്റൊരു വിശ്വാസത്തോടെ, പരിപൂർണമായി കർത്താവിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട്, ശരണപ്പെട്ടുകൊണ്ട് ചേർന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ ആരാധന. എല്ലാവരും ചേർന്ന് പൂർണ്ണ ഹൃദയത്തോടെ ആരാധിക്കുന്നു കർത്താവേ. പൂർണ്ണ മനസ്സോടെ മഹത്വപ്പെടുത്തുന്നു. സർവശക്തിയോടെ അങ്ങേക്ക് സ്തുതി പാടുന്നു. ഹല്ലേലൂയ, യേശുവേ ആരാധന, ആരാധന. ഓ ദൈവമേ മഹത്വപ്പെടുത്തുന്നു. ഓ പരിശുദ്ധാത്മാവെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ പരിശുദ്ധനായ ദൈവമേ, ആയിരുന്നവനും ആയിരിക്കുന്നവനും വരുവാനിരിക്കുന്നവനും സർവശക്തനുമായ കർത്താവേ, അങ്ങേ ആരാധിച്ച് മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശു രാജാവിന് സ്തുതി, രാജാവിന് സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശുവേ. ആമേൻ. ചേർന്ന് പാടാം. യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശുവേ. ഉന്നതനാം യേശുവേ, ഉന്നതനാം യേശുവേ. ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. വെളിപാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം 8-ാമത്തെ വചനത്തിൽ
ദൈവത്തിൻ്റെ ആത്മാവ് ഫിലദൽഫിയയിലെ സഭയോട് ഇങ്ങനെ പറയുന്നു: ഇതാ നിനക്ക് മുൻപിൽ ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം തുറന്ന ഒരു വാതിൽ ഞാൻ സ്ഥാപിക്കുന്നു. ഇതാ നിനക്ക് മുൻപിൽ ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം തുറന്ന ഒരു വാതിൽ സ്ഥാപിക്കുന്നു. ആരാണ് ഈ സഭയോട് തുറന്ന വാതിലിനെ കുറിച്ച് പറയുന്നത്? വെളിപാട് 3:7 നമ്മൾ വായിക്കുന്നു: പരിശുദ്ധനും സത്യവാനും ദാവീദ് ഭവനത്തിൻ്റെ താക്കോൽ കൈവശമുള്ളവനുമായവനാണ് പറയുന്നത്, ഇതാർക്കും പൂട്ടാൻ കഴിയാത്ത വിധം ഒരു തുറന്ന വാതിൽ നിന്റെ മുമ്പിൽ ഞാൻ സ്ഥാപിക്കുന്നു. വാതിലും താക്കോലും വളരെ പ്രധാനപ്പെട്ട 2 വാക്കുകളാണ് ഈ വചനഭാഗത്തിൽ. എന്താണ് താക്കോൽ ഇവിടെ അർത്ഥമാക്കുന്നത്? ഇവിടെ താക്കോൽ അർത്ഥമാക്കുന്നത് ഭൗതികവും ആത്മികവുമായ എല്ലാ അധികാരങ്ങളെയുമാണ്. ഈ ഭൂമിയിലും സ്വർഗത്തിലുമുള്ള സകല അധികാരങ്ങളെയുമാണ് ഇവിടെ താക്കോൽ അർത്ഥമാക്കുന്നത്. അതുകൊണ്ടാണ് യെശയ്യാ പ്രവചനം 22:22 ദൈവവചനം ഇങ്ങനെ പറയുന്നത്: ദാവീദ് ഭവനത്തിൻ്റെ താക്കോൽ ഞാൻ അവൻ്റെ ചുമലിൽ വെച്ചു കൊടുക്കും. മിശിഹായെക്കുറിച്ചുള്ള ഏറ്റവും വിദൂരമായ പ്രവചനങ്ങളിൽ ഒന്നാണ് യെശയ്യായുടെ പ്രവചനം. ദാവീദ് ഭവനത്തിൻ്റെ താക്കോൽ കർത്താവായ യേശുവിൻ്റെ കരങ്ങളിലുണ്ട് എന്ന വചനത്തിൻ്റെ അർത്ഥം ഈ ഭൂമിയിലെ ആത്മികവും ഭൗതികവുമായ സകലത്തിൻ്റെയും മേൽ അവിടുത്തേക്ക് നിയന്ത്രണമുണ്ട്, അധികാരമുണ്ടെന്നാണ്. അതുകൊണ്ടാണ് മത്തായി 28:18 കർത്താവ് പറയുന്നത്: ഇതാ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റവനായി 11 പേരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട നസറായൻ പറയുകയാണ്: ഇതാ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവായ യേശുവിന് ആകാശത്തിലും ഭൂമിയിലുമുള്ള എല്ലാത്തിൻ്റെയും മേൽ നിയന്ത്രണവും അധികാരവുമുണ്ട് എന്ന് വിശ്വസിക്കുകയാണ് ഈ കാലത്ത് നമ്മിൽ നവ്യം ആവശ്യപ്പെടുന്നത്. ദൈവത്തിൻ്റെ അധികാരത്തെ സംശയിക്കുന്ന മനുഷ്യർ പെരുകുന്നുണ്ട്. കർത്താവിൻ്റെ ശക്തിയെ സംശയിക്കുകയോ അവിശ്വസിക്കുകയോ ചെയ്യുന്നവർ നമ്മുടെ ഇടയിലുണ്ട്. ഇന്ന് മനുഷ്യൻ കർത്താവിൻ്റെ വാഗ്ദാനങ്ങൾ പ്രാപിക്കണമെങ്കിൽ അവന് ആകാശത്തിലും ഭൂമിയിലുമുള്ള സകലത്തിൻ്റെ മേലുള്ള അധികാരത്തെ ഏറ്റുപറയുകയും അംഗീകരിക്കുകയും ചെയ്യണം. നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം, പ്രത്യേകിച്ച് ഈ കോവിഡ് മഹാമാരി, ഒരുപാട് മനുഷ്യരുടെ ജീവിതത്തിൻ്റെ മുമ്പിൽ വാതിലുകൾ അടച്ചു കളഞ്ഞ ഒരു പ്രതികൂല സാഹചര്യമാണ്. അനേകായിരം മനുഷ്യർക്ക് അവരുടെ ജോലി നഷ്ടപ്പെട്ടു. സാമ്പത്തികമായി അതുവരെ പടുത്തുയർത്തിയ എല്ലാ സുരക്ഷിതത്വവും നൽകപ്പെട്ടു. ഒരുപാട് പേർക്ക് ആകസ്മികമായി പ്രതീക്ഷിക്കാത്ത സമയത്ത് അവരുടെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടു. അനേക ഭവനങ്ങൾക്ക് അവരുടെ നെടുന്തൂണുകൾ നഷ്ടപ്പെട്ടു. അങ്ങനെ അടഞ്ഞ വാതിലുകളുടെ സാധ്യതകൾ അടഞ്ഞവരായിട്ട് നിന്ന് വിലപിക്കുന്ന ധാരാളം മനുഷ്യർ നമ്മുടെ ചുറ്റുമുണ്ട്. ഒരുപക്ഷെ നമ്മൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവർ ഇതുപോലെ സങ്കടപ്പെടുന്ന മനുഷ്യരായിരിക്കും. ഇന്ന് അനുഗ്രഹം പ്രാപിക്കാൻ, ഇന്നത്തെ ഈ സങ്കടത്തിൽ നിന്ന്, നിരാശയിൽ നിന്ന് പ്രത്യാശയുടെ മനുഷ്യരായിട്ട് പുറത്തേക്ക് വരാൻ ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നു: നസറായനായ യേശുവിന് ആകാശത്തിലും ഭൂമിയിലുമുള്ള സകലത്തിൻ്റെയും മേലൊരു അധികാരമുണ്ടെന്ന് നാം വിശ്വസിക്കുകയും അതേറ്റു പറയുകയും ചെയ്യാൻ കൃപയുടെ ദിവസത്തിലേക്ക്, രക്ഷയുടെ മണിക്കൂറിലേക്ക് നാം പ്രവേശിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ വചനം ഫിലദൽഫിയയിലെ സഭയോടാണ് പറഞ്ഞത്: ഇതാ നിനക്ക് മുമ്പിൽ ആർക്കും പൂട്ടാൻ പറ്റാത്ത വിധം തുറന്ന വാതിൽ സ്ഥാപിക്കുന്നുവെന്ന്. അടഞ്ഞ വാതിലുകളെ, പൂട്ടപ്പെട്ട വാതിലുകളുടെ മുമ്പിൽ, കൊട്ടിയടയ്ക്കപ്പെട്ട കവാടങ്ങളുടെ മുമ്പിൽ സങ്കടത്തോടെ നിന്ന ഒരു സഭയായിരുന്നു ഫിലദൽഫിയയിലെ സഭ. പുരാതന ഗ്രീസിലെ ഒരു തുറമുഖ പട്ടണമായിരുന്നു ഫിലദൽഫിയ. അവിടെ ഒരു വലിയ യഹൂദ കോളനി ആയിരുന്നത്, പുരാതന കാലത്തെ യഹൂദരുടെ ഒരു കുടിയേറ്റ കേന്ദ്രം. അന്ന് ആരെങ്കിലും ക്രിസ്ത്യാനിയാണെന്നറിഞ്ഞാൽ അവരെ സിനഗോഗിൽ നിന്ന് പുറത്താക്കണമെന്ന് തീരുമാനമെടുത്തിരുന്ന ഒരു യഹൂദ നേതൃത്വം ഉണ്ടായിരുന്നു. സിനഗോഗ് ആരാധനയ്ക്ക് പൊതുവേദികളിൽ ഒരുമിച്ച് കൂടുന്ന ആദിമ ക്രൈസ്തവരെ ചൂണ്ടി ആരെങ്കിലും ഇവനൊരു ക്രിസ്ത്യാനിയാണെന്ന് പറയുന്ന നിമിഷം അവരെ അവിടെ നിന്ന് പിടിച്ചു എഴുന്നേൽപ്പിച്ച് അവരുടെ പൊതു ഇടത്തിൽ നിന്നോ സിനഗോഗിൽ നിന്നോ പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് അവരുടെ മുമ്പിൽ
ആക്രോശത്തോടെ വാതിലുകൾ കൊട്ടിയടയ്ക്കപ്പെടുന്ന ആദിമസഭയുടെ സങ്കടങ്ങളുടെ ദിവസം ഉണ്ടായിരുന്നു. അങ്ങനെ അടഞ്ഞ വാതിലുകളുടെ മുമ്പിൽ ഉപജീവനത്തിനുള്ള വഴികൾ അടഞ്ഞ് തൊഴിൽ സ്ഥലങ്ങളിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന ആദിമ ക്രിസ്ത്യാനികളോടാണ് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത്, മനുഷ്യരടച്ചു കളയുന്ന വാതിലുകളെ ഓർത്ത് സങ്കടപ്പെടരുത്. മനുഷ്യർക്ക് അടച്ച വാതിലുകൾ തുറക്കാൻ പറ്റുന്നവനും അവൻ തുറന്നാൽ പിന്നെ ആർക്കും അടയ്ക്കാൻ പറ്റാത്തവനുമായി ഈ ഭൂമിയിൽ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും മേൽ സകല അധികാരവും നൽകപ്പെട്ട നസറായനായ യേശുവിന് അടഞ്ഞ സകല വാതിലുകളെയും തുറക്കാനുള്ള ശക്തിയുണ്ട്. വാതിൽ എന്നാൽ വിശുദ്ധ ബൈബിളിൻ്റെ ഭാഷയിൽ സാധ്യത എന്നാണ് അർത്ഥം. അതുകൊണ്ടാണ് 1 കൊരിന്തോസ് 16:9 വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഫലപ്രദമായി പ്രവർത്തിക്കാനുള്ള ഒരു വലിയ വാതിൽ എനിക്ക് തുറന്നു കിട്ടിയിട്ടുണ്ട്. സാധ്യത എന്നാണ് ബൈബിളിൽ വാതിൽ എന്ന് പറഞ്ഞാൽ അർത്ഥം. യോഹന്നാന്റെ സുവിശേഷം 10:8 കർത്താവ് പറയുന്നു, ഞാനാണ് ആടുകളുടെ വാതിൽ. അർത്ഥം എന്താണ്? നസറത്തിലെ യേശുവാണ്, കർത്താവായ യേശു ക്രിസ്തുവാണ് അവനിൽ വിശ്വസിക്കുന്നവരുടെ സാധ്യത എന്ന് പറയുന്നത്. യേശു എനിക്കൊരു സാധ്യതയാണ്. യേശുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ, യേശുവിനെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ അടഞ്ഞ വാതിലുകളുടെ ലോകത്തേക്കല്ല പ്രവേശിക്കുന്നത്, പിന്നെയോ തുറന്ന സാധ്യതകളുടെ ലോകത്തിലേക്കാണ്. നമ്മുടെ ദൈവം, നമ്മൾ വിളിച്ചപേക്ഷിക്കുന്ന കർത്താവ് വാതിലുകളെ തുറക്കുന്ന ദൈവമാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നിങ്ങൾ അടഞ്ഞ വാതിലുകളുടെ മുമ്പിൽ നിന്ന് സങ്കടപ്പെടുന്ന ഒരു വ്യക്തിയാണോ? നഷ്ടപ്പെട്ട ജോലിയെ ഓർത്ത്, മുടങ്ങിപ്പോയ വിവാഹത്തെ ഓർത്ത്, തകർന്ന കുടുംബജീവിതത്തെ ഓർത്ത്, നഷ്ടപ്പെട്ടു പോയ ആരോഗ്യത്തെ ഓർത്ത്, നശിച്ചുപോയ സാമ്പത്തിക സ്ഥിതിയെ ഓർത്ത് നിങ്ങൾ സങ്കടപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ യേശുവിലേക്ക് കണ്ണുകളുയർത്താൻ, അവൻ്റെ പക്കലേക്ക് കരങ്ങളുയർത്താൻ വചനമെന്ന് നിങ്ങളെ ക്ഷണിക്കുകയാണ്. അവനാണ് നമ്മുടെ സാധ്യതയുടെ വാതിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. നസ്രത്തിലെ യേശുവിൽ വിശ്വസിക്കുന്നവരുടെ മുമ്പിൽ അസാധ്യതകളില്ലാത്തത് കൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നത്, എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്ക് എല്ലാം സാധ്യമാണ്. യേശു നമ്മുടെ സാധ്യതയാണ്. അവൻ അടഞ്ഞ വാതിലുകൾ തുറക്കുന്ന ദൈവമാണ്. അവന് പരിമിതികൾ ഒരു വിഷയമല്ല. നോക്കൂ, ചെങ്കടലിൻ്റെ മുമ്പിൽ മോശയുടെ കയ്യിൽ എന്താണ് അത് മറികടക്കാനുള്ളത്? ഉണങ്ങിയ അയാളുടെ ഇടയദണ്ഡാണ്. അത് ചെങ്കടലിന്റെ മേലടിക്കുമ്പോഴാണ് അത് രണ്ടായി പിളരുന്നത്. ജോർദാൻ കരകവിഞ്ഞൊഴുകുന്ന ജോർദാൻ നദിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ വൃദ്ധനായ ഏലിയ പ്രവാചകന്റെ കയ്യിൽ എന്തുണ്ട്? തോളത്ത് പുതച്ചിരുന്ന ഒരു മേൽമുണ്ടു മാത്രമാണുള്ളത്. കരകവിഞ്ഞൊഴുകുന്ന ജോർദാനെ മറികടക്കാൻ എലിയായ്ക്ക് ആയുധമായിരുന്നത് ഒരു മേൽമുണ്ടു മാത്രമായിരുന്നു. സുശക്തമായിരുന്ന ജെറീക്കോ പട്ടണത്തെ, ബലിഷ്ഠമായ അതിൻ്റെ കോട്ടകളെ തകർക്കാൻ ഇസ്രായേലിലെ പുരോഹിതരുടെ കയ്യിൽ എന്താണ് ഉണ്ടായിരുന്നത്? വചനം പറയുന്നു, അവരുടെ കൈവശം കാഹളങ്ങൾ മാത്രമേ ഉള്ളൂ. ദൈവം പറയുന്നു, നിന്റെ കാഹളം മതി ബലിഷ്ഠമായ കോട്ടകളെ തകർക്കാൻ, എനിക്കത് അധികമാണ്. കാനായിലെ കല്യാണ വിരുന്നിനെത്തിയ പുരുഷാരത്തിന് കൊടുക്കാൻ വീട്ടുടമസ്ഥന്റെ കൈവശം അവശേഷിച്ചത് 6 കൽഭരണികളിലെ പച്ചവെള്ളമാണെങ്കിൽ ദൈവത്തിന് ആ സാധ്യത, അത് അസാധ്യതകളെ പരിഹരിക്കാൻ ആവശ്യത്തിലും അധികമാണ്. പുരുഷാരങ്ങൾക്ക് വിശന്ന സന്ധിയിൽ ജനക്കൂട്ടത്തിന് വിരുന്നൂട്ടാൻ വെറും 5 അപ്പമുള്ള ശിഷ്യന്മാരുടെ മുമ്പിൽ നസ്രായനായ യേശുവിന് അത് സാധ്യതയാണ്. നോക്കൂ, മനുഷ്യന്റെ പരിമിതികൾ, പ്രിയ ദൈവമക്കളെ, നസറത്തിലെ യേശുവിൻ്റെ മുമ്പിൽ, സർവശക്തനായ ദൈവത്തിൻ്റെ മുമ്പിൽ സാധ്യതയുടെ വാതിലായതുകൊണ്ടാണ് അവൻ പറയുന്നത്, ഇതാ സ്വർഗത്തിലും ഭൂമിയിലും ആകാശത്തിലുമുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഇന്ന് നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ ജീവിതങ്ങൾ ഈ സാധ്യതയിലേക്ക് കടന്നു വരാൻ, അടഞ്ഞ വാതിലുകളെ മറികടക്കാൻ എന്തു ചെയ്യണം? കർത്താവിന് എല്ലാത്തിൻ്റെയും മേൽ അധികാരമുണ്ടെന്ന്, അവൻ അടഞ്ഞ വാതിലുകൾ തുറക്കുന്ന ദൈവമാണെന്ന് വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുക എന്നതാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അടഞ്ഞ വാതിലുകളെ ഈ തിരുമണിക്കൂറിൽ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. നഷ്ടപ്പെട്ടു പോയ സാധ്യതകളെ സമർപ്പിച്ചുകൊണ്ട് നസറത്തിലെ യേശുവിന് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകലത്തിൻ്റെയും മേൽ അധികാരമുണ്ടെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസത്തോടെ ഈ തിരുമണിക്കൂറിൽ നമുക്ക് കർത്താവിനെ ആരാധിക്കാം. ഈ കൂട്ടായ്മയോട് ചേർന്ന്, ലോകമെങ്ങുമുള്ള ദൈവമക്കളോട് ചേർന്ന്, ഓ കർത്താവായ യേശുവേ, ദാവീദ് ഭവനത്തിൻ്റെ താക്കോലുകൾ കൈവെളിച്ചമുള്ളവനെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ ഈ കാലഘട്ടത്തിലെ അടഞ്ഞ വാതിലുകളുടെ മേൽ നിന്റെ ശക്തമായ കരം നീട്ടണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
നമുക്ക് ചേർന്ന് പാടി ആരാധിക്കാം. ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ചേർന്ന് പാടാം വിശ്വാസത്തോടെ. ഹല്ലേലൂയാ. സ്വരമുയർത്തി ഹല്ലേലൂയാ. ആരാധന. ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. നന്ദി പറഞ്ഞു സ്തുതിക്കുന്നു. ആദ്യനും അന്ത്യനും നീയാണ്. ഞങ്ങളുടെ സാധ്യതകളുടെ വാതിൽ നീയാണ്. സാധ്യതകളില്ലാത്ത ദൈവമാണ് നീയെന്ന്, അടഞ്ഞ വാതിലുകളെ തുറക്കുന്ന കർത്താവാണ് നീയെന്ന് ഏറ്റുപറഞ്ഞ് പാടി ആരാധിക്കുന്ന കർത്താവ്. മഹത്വപൂർണനായി നിന്നെ ഏറ്റുപറഞ്ഞ് മഹത്വപ്പെടുത്തുന്നു. പാടി ആരാധിക്കുന്നു. ഏഴുവിളക്കിൻ നടുവിൽ ശോഭപൂർണനാ മാറത്തു പൊൻകച്ചയണിഞ്ഞും കാണും യേശുവേ. ഏഴുവിളക്കിൻ നടുവിൽ ശോഭപൂർണനാ മാറത്തു പൊൻകച്ചയണിഞ്ഞും കാണും യേശുവേ. ചേർന്ന് പാടാം. ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ഹല്ലേലൂയാ. മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയാ. ആരാധിക്കുന്നു. ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. ദിവ്യകാരുണ്യത്തിന് നേരെ കരങ്ങൾ ഉയർത്തി വലിയ വിശ്വാസത്തോടുകൂടി കർത്താവായ യേശുവിന്, ജീവിക്കുന്ന ദൈവമായ കർത്താവിന് നമ്മുടെ ജീവിതത്തിലെ എല്ലാ അടഞ്ഞ വാതിലുകളുടെ അവസ്ഥകളെയും അനുഭവങ്ങളെയും ഈ നിമിഷം നമുക്ക് സമർപ്പിക്കാം. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിൽ 15 മുതലുള്ള വാക്യങ്ങളിൽ കടലിനുമീതെ നടക്കാൻ ആഗ്രഹിക്കുന്ന ശിമയോൻ പത്രോസിന്റെ വചനം നമുക്ക് പരിചയപ്പെടുത്തുന്നു. കടലിനുമീതെ നടക്കാൻ ആഗ്രഹിച്ച് വെള്ളത്തിലേക്ക് ഇറങ്ങിയ ശിമയോൻ ഏതാനും ചുവടുകൾക്കൊടുവിൽ താണുപോകുന്നത് യേശു പറയുന്നു, അല്പവിശ്വാസി, നീ ഭയപ്പെട്ടതെന്തിന്? ജലരാശിയുടെ മേൽ നസ്രത്തിലെ യേശുവിന് അധികാരമുണ്ടെന്നുള്ളത് പത്രോസ് മറന്നുപോയതാണ് അവൻ കടലിലേക്ക് താഴ്ന്നു പോകാനുള്ള കാരണം. പ്രിയ ദൈവമക്കളെ,
സങ്കടങ്ങളുടെ കടലിൽ എന്തുകൊണ്ടാണ് നമ്മൾ ഇന്ന് താണുപോകുന്നത്? പരാജയബോധങ്ങളുടെ കടലിൽ എന്തുകൊണ്ടാണ് അനേകരിന്ന് താണുപോകുന്നത്? നിരാശയുടെ കടലിൽ എന്തുകൊണ്ടാണ് നമ്മൾ ഇന്ന് താണുപോകുന്നത്? കാരണം ഇത്രയേ ഉള്ളൂ, നസറത്തിലെ യേശുവിന് ആകാശത്തിലും ഭൂമിയിലുമുള്ള സകലത്തിന്റെയും ഒരു അധികാരമുണ്ടെന്ന് വിശ്വസിക്കുന്നതിൽ പരാജയപ്പെട്ടു പോയി. ഈ നിമിഷം നമുക്ക് ഏറ്റുപറയാം, അങ്ങ് മതിയായവനാണ്, എല്ലാത്തിനും അധികാരമുള്ളവനാണ്. ഓ കർത്താവേ, നിരാശയിലായിരിക്കുന്നു, രോഗപീഠകളിലായിരിക്കുന്നു, രോഗത്തിന്റെ നിരാശയിൽ അങ്ങ് സൗഖ്യം നൽകുന്ന കർത്താവാണെന്ന്, രോഗങ്ങളുടെ നാഥനാണെന്നും രോഗത്തിന്റെ മേൽ അങ്ങേക്ക് അധികാരമുണ്ടെന്നും വിശ്വസിക്കാൻ പരാജയപ്പെട്ട് സഹന നിമിഷങ്ങളിൽ ദൈവവിശ്വാസം പോലും ഉപേക്ഷിച്ച് അനേക സഹോദരങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവേ, നിനക്ക് അധികാരമുണ്ട്, നീ വാതിൽ തുറക്കുന്ന ദൈവമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ചേർന്ന് മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളുടെ ഇടയിലെ രോഗികളെ സമർപ്പിച്ചുകൊണ്ട്, ഞങ്ങളുടെ കുടുംബങ്ങളിലെ രോഗികളെ സമർപ്പിച്ചുകൊണ്ട്, ജോലി നഷ്ടമായ സഹോദരങ്ങളെ സമർപ്പിച്ചുകൊണ്ട്, ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങളുടെ മുമ്പിൽ വിശ്വാസം നഷ്ടപ്പെട്ട, നിരാശയ്ക്ക് അടിമപ്പെട്ട എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട്, ഓ കർത്താവെ, ജീവിക്കുന്ന ദൈവമേ ആരാധിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. ചേർന്ന് സ്തുതിക്കാം എല്ലാവരും ചേർന്ന് കർത്താവിനെ ആരാധിക്കട്ടെ. വലിയ വിശ്വാസത്തോടെ സ്തുതിക്കട്ടെ, വലിയ സ്നേഹത്തോടെ സ്തുതിക്കട്ടെ, വലിയ ശരണത്തോടെ സ്തുതിക്കട്ടെ. യേശുവിന് അധികാരമുണ്ട്. അവൻ വാതിലുകളെ തുറക്കുന്ന ദൈവമാണ്. പരിശുദ്ധനും സത്യവാനും ദാവീദ് ഭവനത്തിന്റെ താക്കോൽ കൈവശമുള്ളവനുമായവനാണ് ഇന്ന് നിന്നോട് പറയുന്നത്, ഇതാ നിനക്ക് മുമ്പിൽ ആർക്കും പൂട്ടാൻ പറ്റാത്ത വിധം തുറന്ന ഒരു വാതിൽ, ഇതാ സാധ്യതകളുടെ വാതിൽ തുറക്കുന്നു. ഹല്ലേലൂയ. യേശുവേ ആരാധിക്കുന്നു, നന്ദി പറഞ്ഞു മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വപ്പെടുത്തുന്നു യേശുവേ, നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 യേശുവേ ആരാധന. പ്രിയ ദൈവമക്കളെ, നമ്മളായിരിക്കുന്ന ഇടത്ത് നമുക്ക് മുട്ടിന്മേൽ നിൽക്കാം. ഇതാ കർത്താവ് നമ്മളെ ആശീർവദിക്കുന്നു. നമ്മുടെ സങ്കടങ്ങളുടെയും നിരാശയുടെയും പരാജയങ്ങളുടെ മേൽ അവൻ്റെ സകലതിനെയും സാധ്യമാക്കുന്ന കൃപയുടെ ആശീർവാദം, നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യകടാക്ഷം തൂകണമേ വത്സലസുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും
അങ്ങേക്കാരാധന.